ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു എക്സാം പാഡ് ഉണ്ടാക്കിയാലോ? എല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു കമൻറ്റാണ്, എക്സാം പാഡ് ഉണ്ടാക്കാവോ, എക്സാം പാഡ് ഉണ്ടാക്കാവോ? എന്നോടല്ല കേട്ടോ, ഞാൻ പലയിടത്തും കണ്ട കമൻറ്റാണ്. എന്നാലും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് എല്ലാവരെയും വീട്ടിൽ കിട്ടുന്നൊരു സാധനമാണ് ഒരു കാർഡ്ബോർഡ്. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ് കിട്ടുന്നത് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷർട്ടോ ഡ്രസ്സ് എന്തെങ്കിലും സാരി എന്തെങ്കിലും മേടിക്കുന്നതിൻ്റെ കബോർഡ് കാണത്തില്ല, അതിൻ്റെ ആ ബോക്സ് ആ പീസ് ഒന്ന് എടുക്കാം. അത് നമുക്ക് നല്ലപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് രണ്ട് പീസിനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ കട്ട് കിട്ടും. നമുക്കതിന് എന്ത് ചെയ്യാം, എന്നിട്ട് ഫസ്റ്റ് അതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. എന്തെങ്കിലും കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നോട്ട് പാഡിൻ്റെ പേപ്പർ വയ്ക്കാനായിട്ടൊരു സാധനം വേണ്ട, ക്ലിപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അതേ ഷേപ്പിൽ കാർഡ്ബോർഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാർഡ്ബോർഡിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ അതിൻ്റെ അതേ ഷേപ്പിലെടുത്തിട്ട് പേപ്പർ വെച്ച് വീണ്ടും കവർ ചെയ്തെടുക്കാം. അത് കവർ ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിനകത്ത് റോൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് കെട്ടി വെച്ചതിന് ശേഷം അതൊന്ന് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പേപ്പറിലൊന്ന് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ടൈറ്റ് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതെടുത്ത് നോട്ട് പാഡിലേക്ക് വയ്ക്കുക. എന്നിട്ട് പേപ്പർ വെച്ചതിന് ശേഷം ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിക്കായിട്ടിരിക്കും. ഈ നോട്ട് പാഡിൻ്റെ ക്ലിപ്പ് നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് ഗമ്മ് തേച്ച് നമുക്കത് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും അതവിടെ ഫിക്സ് ആയിട്ടിരിക്കും. എന്നിട്ട് ജസ്റ്റ് ടോപ്പ് മാത്രം ഗമ്മ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക, അല്ലാണ്ട് ക്ലിപ്പിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് വെച്ച പണി പാളും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. എന്നിട്ട് ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സാമല്ലേ, അപ്പോൾ എക്സാമിൻ്റെ ടെൻഷൻ കൂളാവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ എഴുതി പടമൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കതിന് എക്സാം പാഡായിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.